ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും തീരുമാനങ്ങളും ഗ്രാമീണ ഇന്ത്യയിൽ പുതിയ ഊർജ്ജം നിറയ്ക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ രംഗത്ത് ചരിത്ര നേട്ടവുമായി ISRO, ഇന്ത്യയുടെ ആദ്യ സ്പേസ് റോബോട്ടിക് ആം പ്രവർത്തനക്ഷമമായി. ന്യൂഡൽഹിയിൽ 12,200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. രാജ്യത്തെ വിദ്യാഭ്യാസ അടിസ്ഥാന സൌകര്യ മേഖലയിൽ കൂടുതൽ ധനസഹായം ലഭ്യമാക്കുന്നത് പരിഗണനയിലെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ആദ്യ ദിനം 58 മത്സരങ്ങൾ. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 145 റൺസിന്റെ ലീഡ്. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും തീരുമാനങ്ങളും ഗ്രാമീണ ഇന്ത്യയിൽ പുതിയ ഊർജ്ജം നിറയ്ക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമങ്ങളെ വളർച്ചയുടെയും അവസരങ്ങളുടെയും ഊർജ്ജസ്വല കേന്ദ്രങ്ങളാക്കി മാറ്റി ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുക എന്നതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഗ്രാമീൺ ഭാരത് മഹോത്സവ് 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഗ്രാമങ്ങളിലും അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കാൻ സർക്കാർ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. साथियों, ग्रामीण अर्थव्यवस्था की मजबूती के लिए बहुत आवश्यक है कि गांव में हर वर्ग को ध्यान में रखते हुए आर्थिक नीतियां बने. मुझे खुशी है कि पिछले 10 साल में हमारी सरकार ने गांव के हर वर्ग के लिए विशेष नीतियां बनाई है, निर्णय लिए हैं. ഗ്രാമങ്ങൾ വളരുമ്പോൾ രാജ്യവും വളരും എന്ന മുദ്രാവാക്യമുയർത്തി 2047 വികസിത ഭാരതം സാക്ഷാത്കരിക്കാൻ ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുക എന്ന പ്രമേയത്തിലൂന്നിയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, സഹമന്ത്രി പങ്കജ് ചൌധരി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് റോബോട്ടിക് ആം ബഹിരാകാശത്ത് പ്രവർത്തനക്ഷമമായതായി ISRO. ബഹിരാകാശ റോബോട്ടിക്സിൽ രാജ്യത്തിന് അഭിമാനകരമായ നാഴികക്കല്ലാണിത്. VSSCയുടെ ക്രോപ്സ് ദൌത്യത്തിന്റെ ഭാഗമായി 4 ദിവസം കൊണ്ട് ബഹിരാകാശത്ത് പയർ വിത്തുകൾ വിജയകരമായി മുളപ്പിച്ചതായും ISRO അറിയിച്ചു. ന്യൂഡൽഹിയിൽ 12,200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. തുടർന്ന് നമോ ഭാരത് ട്രെയിനിൽ അദ്ദേഹം യാത്ര ചെയ്യും. സാഹിബാബാദ് സ്റ്റേഷനിൽ നിന്നും ന്യൂ അശോക് നഗർ സ്റ്റേഷനിലേക്കാണ് പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്നത്. 4,600 കോടി രൂപയിൽ നിർമ്മിച്ച 13 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡൽഹി ഗാസിയാബാദ് മീററ്റ് നമോ ഭാരത് ഇടനാഴിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നമോ ഭാരത് ഗതാഗത സംവിധാനം നിലവിൽ വരുന്നതോടെ ഡൽഹിക്കും മീററ്റിനും ഇടയിലെ യാത്ര കൂടുതൽ സുഗമമാകും. ഉൽപാദക ഉപഭോഗ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വില വ്യത്യാസം ലഘൂകരിക്കുന്നതിനായി ഗതാഗതത്തിന്റെയും സംഭരണത്തിന്റെയും ചെലവ് സർക്കാർ വഹിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കൃഷിമന്ത്രിമാരുമായി നടത്തിയ അവലോകന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷം കാർഷിക മേഖലയുടെയും അനുബന്ധ മേഖലകളുടെയും വളർച്ചാ നിരക്ക് 3.5%-നും 4%-നും ഇടയിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയിൽ ഗ്രാമീണ ദാരിദ്ര്യം കുറയുന്നതായി റിപ്പോർട്ട്. 2011-12 സാമ്പത്തിക വർഷത്തിലെ 25.7%-ൽ നിന്ന് 2023-24 സാമ്പത്തിക വർഷത്തിൽ 4.86%-മായി കുറഞ്ഞതായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ നഗരമേഖലയിലെ ദാരിദ്ര്യം 13.7%-ൽ നിന്ന് 4.09%-മായി കുറഞ്ഞതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മധ്യപ്രദേശിലെ പിതാംപൂരിൽ യൂണിയൻ കാർബൈഡ് കമ്പനിയിലെ വിഷമാലിന്യങ്ങൾ കത്തിക്കുന്നതിനെതിരെ പ്രതിഷേധം തുടരുന്നു. മുഖ്യമന്ത്രി മോഹൻ യാദവ് നൽകിയ ഉറപ്പ് വകവയ്ക്കാതെയാണ് ജനങ്ങളുടെ പ്രതിഷേധം. വ്യവസായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന രാംകി എൻവിറോ എന്ന സ്ഥാപനത്തിന് നേരെ കല്ലേറുണ്ടായി. മാലിന്യങ്ങൾ കത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ലെന്നും ജനങ്ങൾ ഭരണകൂടത്തിൽ വിശ്വസിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള 29 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ബിജെപി പുറത്തിറക്കി. ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെതിരെ ബിജെപി മുൻ എംപി പർവേഷ് വർമ്മ മത്സരിക്കും. ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ ബിജെപി നേതാവ് രമേശ് ബിധുരി കൽക്കാജി മത്സരിക്കും.
ഡൽഹി ബിജെപി മുൻ അധ്യക്ഷൻ സതീഷ് ഉപാധ്യായയും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തെ വിദ്യാഭ്യാസ അടിസ്ഥാന സൌകര്യ മേഖലയിൽ കൂടുതൽ ഫണ്ട് ലഭ്യമാക്കുന്നത് പരിഗണനയിലാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഡൽഹി സർവകലാശാലയിൽ സമർപ്പൺ സമാരോഹ് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. दिल्ली यूनिवर्सिटी को 102 साल हो गए हैं. इनके एफिलिएट कॉलेज और इनकी जो बृहद परिवार, अभी की विद्यार्थी और पूर्व विद्यार्थी, आप सभी के योगदान से देश यहां तक पहुंची है और हम इस प्रकार की एक क्षण पे पहुंचे, एक टाइम पे आए हैं जहां दिल्ली विश्वविद्यालय पहले भी ग्लोबल लीडरशिप पे अपना दक्षता पूरा दिखाया है. സശക്ത് ബേഠി ഇ ദൃഷ്ടി പദ്ധതികളുടെ ഉദ്ഘാടനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നിർവഹിച്ചു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്കായുള്ള ലാപ്ടോപ്പുകളും അദ്ദേഹം വിതരണം ചെയ്തു. തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ സജീവം. രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ ദിനമായ ഇന്ന് 24 വേദികളിലായി 31 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 111 പോയിന്റ് വീതം നേടി കോഴിക്കോടും കണ്ണൂരും തൃശൂരുമാണ് ഒന്നാമത്. കേരളത്തിലെ വനവിസ്തൃതി നഷ്ടമാകാതെ നിലനിർത്തുന്നതിന് വലിയ ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ഫോറസ്റ്റ് മെഡലുകളുടെ വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പ്രയത്നം ആവശ്യമാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. സിഡ്നിയിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 145 റൺസിന്റെ ലീഡ്. രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 141 റൺസ് എന്ന നിലയിലാണ്. രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിൽ. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ 185 റൺസിന് മറുപടിയായി ഓസ്ട്രേലിയ 181 റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു. ISL ഫുട്ബോളിൽ ഒഡീഷ FCയെ 2-4 ഗോളുകൾക്ക് ഗോവ FC പരാജയപ്പെടുത്തി. ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ FC ബംഗളൂരു FCയെ നേരിടുന്നു. കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ 6 തീരദേശ ഗ്രാമങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. പദ്ധതി പ്രവർത്തനങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അവലോകനം ചെയ്തു. കേന്ദ്ര സർക്കാർ ക്ലൈമറ്റ് റിസൈലന്റ് കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജായി കേരളത്തിലെ 6 ഗ്രാമങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. 119ാമത് US കോൺഗ്രസ് അംഗമായി അധികാരമേറ്റ് ഇൻഡോ അമേരിക്കൻ വംശജനായ സുഹാസ് സുബ്രഹ്മണ്യം. കോൺഗ്രസിൽ ചേരുന്നതിന് മുൻപ് മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ നയകാര്യ ഉപദേഷ്ടാവായിരുന്നു. 2019ൽ വിർജീനിയ ജനറൽ അസംബ്ലിയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മ്യാൻമറിന്റെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് 180 വിദേശികൾ ഉൾപ്പെടെ 6000-ഓളം തടവുകാർക്ക് പൊതുമാപ്പ് നൽകുമെന്ന് മ്യാൻമറിലെ സൈനിക സർക്കാർ അറിയിച്ചു. പൊതുമാപ്പിന്റെ ഭാഗമായി മറ്റ് തടവുകാർക്കുള്ള ശിക്ഷയിലും ഇളവുണ്ട്. നൊബേൽ സമ്മാന ജേതാവും മ്യാൻമാർ നേതാവുമായ ആങ് സാൻ സൂകിയും തടവിൽ കഴിയുന്നവരിൽ ഉൾപ്പെടുന്നു. മുതിർന്ന ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ ആണവ പദ്ധതിയുടെ പ്രധാന ശില്പികളിൽ ഒരാളുമായ ഡോക്ടർ രാജ്ഗോപാൽ ചിദംബരം മുംബൈയിൽ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ഇന്ത്യയുടെ ആണവായുധ പദ്ധതി രൂപീകരിക്കുന്നതിൽ ഡോക്ടർ ചിദംബരം സുപ്രധാന പങ്കുവഹിച്ചു. 1974ലെ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിലും 1998ലെ പൊക്രാൻ 2 പരീക്ഷണങ്ങളിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. 1975ൽ പത്മശ്രീയും 1999ൽ പത്മവിഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും തീരുമാനങ്ങളും ഗ്രാമീണ ഇന്ത്യയിൽ പുതിയ ഊർജ്ജം നിറയ്ക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ രംഗത്ത് ചരിത്ര നേട്ടവുമായി ISRO, ഇന്ത്യയുടെ ആദ്യ സ്പേസ് റോബോട്ടിക് ആം പ്രവർത്തനക്ഷമമായി. ന്യൂഡൽഹിയിൽ 12,200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. രാജ്യത്തെ വിദ്യാഭ്യാസ അടിസ്ഥാന സൌകര്യ മേഖലയിൽ കൂടുതൽ ധനസഹായം ലഭ്യമാക്കുന്നത് പരിഗണനയിലെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ആദ്യ ദിനം 58 മത്സരങ്ങൾ. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 145 റൺസിന്റെ ലീഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.